ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ദേവി മഹാത്മ്യത്തിലെ പ്രധാനപ്പെട്ട കഥകളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭഗവതി ശുംഭനെയും നിശുംഭനെയും വധിക്കാനായി അവതരിച്ചു കഴിഞ്ഞ ആ ഭാഗം അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ശുംഭൻ്റെ നിർദ്ദേശപ്രകാരമായിട്ട് ശുംഭൻ്റെ സേവകനായിട്ടുള്ള സുഗ്രീവൻ ഭഗവതിയെ വന്നു കാണുന്നതും സുഗ്രീവനോട് ഭഗവതി ചില നിർദ്ദേശങ്ങൾ, ചില നിബന്ധനകൾ പറയുന്നതുമൊക്കെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദേവി മഹാത്മ്യത്തിൻ്റെ ആദ്യം മുതലുള്ള ഭാഗം അത് കേൾക്കണം. എന്നിട്ട് വേണം തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് കൃത്യമായി മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ദേവി മഹാത്മ്യത്തിലെ വളരെ വളരെ മനോഹരമായ ഒരു ഭാഗമാണ്. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. ഭക്തിയോടുകൂടി ക്ഷമയോടുകൂടി അവസാനം വരെ കേൾക്കണം. അങ്ങനെ സുഗ്രീവൻ മടങ്ങിച്ചെന്ന് ശുംഭനോട് വിവരങ്ങളെല്ലാം വിസ്തരിച്ച് പറഞ്ഞു. അതായത് ഭഗവതി എന്താണ് പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം, ഭഗവതിയുടെ ശബദം, അതിനെപ്പറ്റിയൊക്കെ വളരെ വിസ്തരിച്ച് തന്നെ ശുംഭനോട് പറഞ്ഞു കൊടുത്തു. ഒരു സ്ത്രീ തൻ്റെ വാക്കിനെ തിരസ്കരിച്ചു എന്ന് അറിഞ്ഞ ശുംഭന് വളരെയധികം ദേഷ്യമാണ് തോന്നിയത്. ഉടൻ തന്നെ ശുംഭൻ ധൂമ്രലോചനൻ എന്ന തൻ്റെ സേനാനായകനെ വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അല്ലയോ ധൂമ്രലോചന, നീ സൈന്യങ്ങളോടു കൂടി പോയി വേഗത്തിൽ അവളുടെ തലമുടി പിടിച്ചു വലിച്ച് ഇങ്ങ് കൊണ്ടുവരിക. ഒരു സ്ത്രീക്ക് ഇത്രമാത്രം ധിക്കാരമോ? അവൾക്ക് എന്നോട് യുദ്ധം ചെയ്യണമത്രേ. എന്നെപ്പറ്റി അവൾക്ക് എന്തറിയാം? ഒന്നും അറിഞ്ഞുകൂടാ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇവിടെ വരുമ്പോൾ എല്ലാം മനസ്സിലായിക്കൊള്ളും. ആരെങ്കിലും അവളെ രക്ഷിക്കുവാൻ വരികയാണെങ്കിൽ വല്ല ദേവനോ യക്ഷനോ ഗന്ധർവനോ ആരു തന്നെയായാലും ഉടൻ തന്നെ അവരെയും കൊന്നുകളഞ്ഞേക്കുക. നാം അല്ലാതെ അവൾക്ക് വേറെ മറ്റൊരു ആശ്രയവും ഇല്ല എന്ന് അവൾ മനസ്സിലാക്കിക്കൊള്ളട്ടെ. വേഗം തന്നെ പൊയ്ക്കൊള്ളുക, സമയം കളയണ്ട. ഇങ്ങനെ ശുംഭൻ തൻ്റെ സേനാനായകനായ ധൂമ്രലോചനനോട് പറയുകയാണ്. രാജാവിൻ്റെ കൽപ്പനയനുസരിച്ച് ഉടൻ തന്നെ ധൂമ്രലോചനൻ 60,000 അസുര സൈന്യങ്ങളോടു കൂടിയാണ് ഹിമാലയത്തിലേക്ക് പുറപ്പെട്ടത്. അവർ ഹിമാലയത്തിൽ എത്തിച്ചേർന്നു. അവിടെ ചെന്നപ്പോൾ അവരെന്താണ് കാണുന്നത്? അതീവ സൗന്ദര്യമുള്ള, അതീവ ശോഭയുള്ള ഒരു സ്ത്രീ. അവരെ കണ്ട് അവരെല്ലാവരും അത്ഭുതപ്പെട്ടു. എങ്കിലും രാജാവ് പറഞ്ഞതാണ്. രാജാവിൻ്റെ ആജ്ഞ അനുസരിക്കാതിരിക്കാൻ പാടില്ല. രാജശാസനത്തെയാണ് ഈ സ്ത്രീ ധിക്കരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കോപം കൊണ്ട് ജ്വലിച്ച് ആ അസുര സേനാനായകൻ ഇങ്ങനെ ഗർജിക്കുകയാണ്. എന്താണ് ഗർജിച്ചത്? ശുംഭാസുരൻ്റെ സേനാനായകനാണ് ഞാൻ. ഭവതിക്ക് ഹിതമായ കാര്യമാണ് ഞാൻ പറയുന്നത്. ഭവതിയുടെ മാദകമായ യൗവനം ഇവിടെ ഏകാകിനിയായിരുന്ന് പാഴാക്കി കളയാതെ വേഗം തന്നെ ശുംഭനിശുംഭന്മാരുടെ അടുത്തേക്ക് വരൂ. സർവ്വസൗഭാഗ്യങ്ങളോടും കൂടി അവിടെ ജീവിക്കാം. സന്തോഷത്തോടുകൂടി എൻ്റെ കൂടെ വരുന്നില്ല എങ്കിൽ ബലമായി തലമുടി പിടിച്ച് വലിച്ചിഴച്ചുകൊണ്ട് ഞാൻ കൊണ്ടുപോകും. അതിനിടയാക്കാതെ വേഗം തന്നെ സ്വമനസാലെ ശുംഭൻ്റെ രാജധാനിയിലേക്ക് നടന്നുകൊള്ളുക. അതാണ് ഭവതിക്ക് ഏറ്റവും നല്ലത്.
അവിടെ രാജകീയമായ സുഖഭോഗങ്ങളെല്ലാം ശുംഭൻ്റെ ഭാര്യയായി തീരുന്ന ഭവതിയെ കാത്തിരിക്കുന്നുണ്ട്. ഇങ്ങനെ പറയുകയാണ് അംബികയോട് ആര്? ആ നിസാരനായ ധൂമ്രലോചനൻ. അവൻ്റെ വാക്കുകൾ കേട്ട് യാതൊരു ദേഷ്യവും കൂടാതെ ശാന്തമായ സ്വരത്തിൽ മഹാദേവി ഇങ്ങനെ അരുളി ചെയ്തു. എന്താണ് മഹാദേവി അരുളി ചെയ്തത്? ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. 3 ലോകങ്ങളുടെയും അധിപനായ ശുംഭൻ്റെ വീരനായ സേനാനായകനാണ് നീ. യജമാനൻ്റെ കൽപ്പന അനുസരിച്ച് ഒരു വലിയ സൈന്യത്തോടു കൂടിയാണ് നീ വന്നിരിക്കുന്നത്. എന്നെ ബലമായി പിടിച്ചുകൊണ്ടു പോകുവാൻ തുടങ്ങുകയാണെങ്കിൽ ആർക്കാണ് അരുതെന്ന് പറയുവാൻ സാധിക്കുക? അതിന് ഞാൻ എന്തു ചെയ്യാനാണ്? എനിക്ക് പറയുവാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ മുമ്പ് വന്ന ആ ദൂതനോട് പറഞ്ഞു വിട്ടതാണല്ലോ. പിന്നെയും എന്തിനാണ് എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഇങ്ങനെ വളരെ ശാന്തയായി ഭഗവതി ഈ അസുരസേനാനായകനോട് പറഞ്ഞപ്പോൾ അധികം ക്രുദ്ധനായി തീർന്ന അസുരൻ ദേവിയെ പിടിക്കുവാനായി അടുത്തേക്ക് ചെന്നു. ദേവി വേഗത്തിലൊരു ഹുങ്കാരം കൊണ്ടു തന്നെ അവനെ ഭസ്മമാക്കി കളഞ്ഞു. പിന്നീട് പോരിനായി വന്ന അതിമഹത്തായ അസുര സൈന്യത്തിൻ്റെ മേൽ വേൽ, പരശു, ശൂലം മുതലായ ശസ്ത്രങ്ങൾ പ്രയോഗിച്ച് ദേവി അവരെ നശിപ്പിക്കുവാൻ തുടങ്ങി. ദേവിയുടെ വാഹനമായ സിംഹവും അസുര സൈന്യത്തിൽ കയറി ആക്രമണം തുടങ്ങി. കൈകൊണ്ടും കാലുകൊണ്ടും മുഖം കൊണ്ടും നഖം കൊണ്ടും പല വിധത്തിൽ പ്രഹരിച്ച് ക്ഷണനേരം കൊണ്ട് സിംഹം ആ അസുര സൈന്യത്തെ മുഴുവനും നശിപ്പിച്ചു. കയ്യറ്റ്, കാലുപൊട്ടി, തല വേർപെട്ട് ഉടൽ മുറിഞ്ഞുകിടക്കുന്ന അസുരന്മാരുടെ ദേഹങ്ങളിൽ നിന്ന് ധാരധാരയായി ഒഴുകുന്ന രക്തം കുടിച്ച് സിംഹം തൃപ്തനായി. സിംഹത്തിൻ്റെ ആക്രമണത്തിൽ നിന്നും ജീവനോടെ രക്ഷപ്പെട്ട ചില അസുരന്മാർ ഓടിച്ചെന്ന് ദേവിയുടെ വാഹനമായ സിംഹത്തിൻ്റെ പരാക്രമത്തെക്കുറിച്ചും അസുരസേനാനായകനായ ധൂമ്രലോചനൻ്റെ വധത്തെപ്പറ്റിയും ശുംഭനെ അറിയിച്ചു. ദേവിയുടെ വാഹനമായ സിംഹം തന്നെ തൻ്റെ സൈന്യം മുഴുവനും നശിപ്പിച്ചു എന്ന വാർത്ത ശുംഭൻ അറിയുകയും ശുംഭൻ അത്ഭുതപ്പെടുകയും ചെയ്തു. എന്തുകൊണ്ടായിരിക്കാം ഒരു സ്ത്രീ ഈ വിധത്തിലൊക്കെ പെരുമാറുന്നത്? എങ്ങനെയായിരിക്കും അവർക്ക് ഇത്രയും ശക്തി ലഭിച്ചത്? എങ്ങനെയാണ് അവർ എൻ്റെ സേനാനായകനെയും അതുകൂടാതെ എൻ്റെ സൈന്യങ്ങളെയും വധിച്ചത്? അവർ ഇത്ര ശക്തിശാലി ആയിരിക്കുമോ? ഇങ്ങനെയൊക്കെ ശുംഭൻ വിചാരിച്ചു. അതിനുശേഷം ധൂമ്രലോചനൻ്റെ വധത്തെപ്പറ്റി ആലോചിച്ചപ്പോൾ വീണ്ടും ശുംഭന് കൂടുതൽ ദേഷ്യം വരികയും ശുംഭൻ പെട്ടെന്നു തന്നെ അതിപരാക്രമശാലികളായ ചണ്ടമുണ്ടന്മാരെ വിളിച്ചു വരുത്തി. അവരാണല്ലോ ഇങ്ങനെയൊരു സ്ത്രീ ഹിമാലയ സാനുക്കളിൽ ഉണ്ട് എന്നും ആ സ്ത്രീയെ ഇവിടേക്ക് കൊണ്ടുവരണമെന്നുമൊക്കെ ശുംഭനോട് വന്ന് പറഞ്ഞത്. ചണ്ടമുണ്ടന്മാർ ശുംഭൻ്റെ സേവകരാണ്, വിശ്വസ്തരുമാണ്. അവരെ വിളിച്ചു വരുത്തി അവരോട് ഇങ്ങനെ കൽപ്പിച്ചു. അല്ലയോ ചണ്ട, മുണ്ട, ധൂമ്രലോചനൻ്റെ വധത്തെപ്പറ്റി നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. ഒരു സ്ത്രീ നമ്മെ അപമാനിക്കുവാനും നമ്മോട് എതിരിടുവാനും വന്നിരിക്കുന്നു എന്നത് എന്തൊരാശ്ചര്യമായിരിക്കുന്നു. അവൾക്ക് എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നത്?
അതുകൊണ്ട് വീരന്മാരായ നിങ്ങൾ 2 പേരും കൂടി കൂടുതൽ സൈന്യത്തോടു കൂടി വേഗം തന്നെ പുറപ്പെട്ടുകൊള്ളുക. നിങ്ങളെ കണ്ട് അവളുടെ അഹങ്കാരം ശമിക്കുന്നു എങ്കിൽ വളരെ നല്ലത്. അല്ലെങ്കിൽ ബലം പ്രയോഗിക്കണം. തലമുടിക്ക് പിടിച്ചു വലിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കയറുകൊണ്ട് കെട്ടിയിട്ടോ എങ്ങനെയെങ്കിലും ആ സിംഹത്തിനെ കൊന്ന് നിങ്ങൾ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണം. നിങ്ങൾക്കതിന് സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നു. സകല സന്നാഹങ്ങളോടും കൂടി പോയാൽ നിങ്ങൾക്ക് അത് വളരെ എളുപ്പമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ പറയുകയാണ് ആര്? ശുംഭൻ ചണ്ടമുണ്ടന്മാരോട്. ചണ്ടമുണ്ടന്മാർ രാജാവിൻ്റെ കൽപ്പന അനുസരിക്കുകയും അവർ സൈന്യങ്ങളോടുകൂടി ദേവിയുടെ അടുത്തേക്ക് പോകുവാൻ തയ്യാറാവുകയും ചെയ്തു. അങ്ങനെ രാജാവിൻ്റെ കൽപ്പന അനുസരിച്ചിട്ട് ചണ്ടനും മുണ്ടനും വലിയ ഒരു അസുരപ്പടയോടുകൂടി എവിടേക്ക് പുറപ്പെടുകയാണ്? മഹാദേവിയെ കാണുന്നതിനായിട്ട് ഹിമാലയ സാനുക്കളിലേക്ക് പുറപ്പെടുകയാണ്. അങ്ങനെ അവർ ഹിമാലയ സാനുക്കളിൽ എത്തിച്ചേർന്നപ്പോൾ അവർ കാണുന്ന കാഴ്ച എന്താണ്? ഹിമാലയ സാനുക്കളിൽ തൻ്റെ വാഹനമായ സിംഹത്തിൻ്റെ പുറത്തു കയറി മഹാദേവി അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നു. അങ്ങനെ മഹാദേവിയെ കണ്ട ഉടൻ തന്നെ അസുര സൈന്യങ്ങൾ എല്ലാവരും തന്നെ ആയുധങ്ങൾ കയ്യിലെടുക്കുകയും അവർ ദേവിയെ പിടിച്ചു കെട്ടുന്നതിനായി മുമ്പോട്ട് അടുക്കുകയും ചെയ്തു. ദേവി നോക്കിയപ്പോൾ അതാ വരുന്നു കുറേ അസുര സൈന്യം. അവരെ കണ്ടതും ഭഗവതിയുടെ മുഖം കൃഷ്ണവർണ്ണമായി തീർന്നു. ഈ അസുര സൈന്യങ്ങളെല്ലാം തൻ്റെ നേർക്ക് അടുത്തു വരുന്നത് കണ്ടപ്പോൾ അംബികയുടെ മുഖം കൂടുതൽ കൂടുതൽ കൃഷ്ണവർണ്ണമായി തീരുകയും അതിനുശേഷം അംബികയുടെ ആ നെറ്റിയിൽ നിന്ന് ഭയങ്കര രൂപിണിയായ കാളീദേവി പ്രത്യക്ഷപ്പെടുകയാണ്. ദേവിയുടെ കൈകളിൽ പാശം, ഖഡ്ഗം, ഖഡ്വാംഗം മുതലായ ആയുധങ്ങളാണ് ഉള്ളത്. ഈ ആയുധങ്ങൾ ധരിച്ച് രക്തനേത്രങ്ങളോടും ചഞ്ചലമായ നാക്കോടും കൂടി ദിക്കുകൾ പൊട്ടുമാറ് അട്ടഹസിച്ചുകൊണ്ട് ആ കാളീദേവി പെട്ടെന്ന് അസുര സൈന്യത്തിൽ പ്രവേശിക്കുകയും അസുരന്മാരെ കൂട്ടമായി എടുത്ത് വായിലിട്ട് വിഴുങ്ങുവാനും തുടങ്ങി. നിങ്ങൾക്ക് ആ കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ടോ? കാളീദേവി അസുര സൈന്യത്തിൻ്റെ ഇടയിലേക്ക് കയറി ഓടി നടന്ന് അസുരന്മാരെ എല്ലാവരെയും പെറുക്കി വായിലേക്കിട്ട് വിഴുങ്ങുന്ന ആ രൂപം. നിങ്ങൾ ആ രൂപം ഒന്ന് മനസ്സിൽ കണ്ടു നോക്കിക്കേ. അതുപോലെ തേരും തേരാളിയും എന്നു വേണ്ട വലിയ ആനകളെയും കുതിരകളെയുമെല്ലാം ദേവി പിടിച്ച് വിഴുങ്ങുകയാണ്. അവയെല്ലാം ദേവിക്ക് ഭക്ഷണമായി തീർന്നു. കാളീദേവിയുടെ കാലിനടിയിൽപ്പെട്ട് ഒട്ടനേകം അസുരന്മാർ ചമ്മന്തി പോലെയായി. അസുരന്മാർ അയക്കുന്ന അസ്ത്രങ്ങളും ദേവിയുടെ വായിൽ തന്നെയാണ് വന്നു വീഴുന്നത്. അപ്രതീക്ഷിതമായ ഇത്തരത്തിലുള്ള ആക്രമണം കണ്ട് പേടിച്ചുപോയി അസുര സൈന്യം. ഉടൻ തന്നെ അവർക്ക് ധൈര്യം നൽകുന്നതിനായിട്ട് ചണ്ടനും മുണ്ടനും മുമ്പോട്ട് വന്നു. കാളിയുടെ വെട്ടും കുത്തും ചവിട്ടും കടിയും ഏറ്റ് നശിച്ചുകൊണ്ടിരിക്കുന്ന അസുര സൈന്യത്തിൻ്റെ ദയനീയമായ അവസ്ഥ കണ്ട് ദേഷ്യത്തോടു കൂടി അവർ ധൈര്യപൂർവം കാളിയോട് യുദ്ധം ചെയ്തു. ഭയങ്കര ദർശനയായ കാളിയുടെ ദേഹം മുഴുവൻ കൂർത്തുമൂർത്ത അമ്പുകൾ കൊണ്ടും ആയിരക്കണക്കിന് ചക്രങ്ങൾ കൊണ്ടും അവർ മൂടിക്കളഞ്ഞു. ആ ചക്രങ്ങൾ
മഹാദേവിയുടെ ശരീരത്തിൽ കാർമേഘത്തിൽപ്പെട്ട സൂര്യനെ പോലെ ശോഭിച്ചു. ദേവിയുടെ ദേഹത്തിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കുവാൻ ആ ആയുധങ്ങൾക്ക് കഴിഞ്ഞില്ല. മഹാദേവി തൻ്റെ വലിയ ദംഷ്ട്രങ്ങൾ പുറത്തു കാണിച്ചുകൊണ്ട് അതിഭയങ്കരമായ ശബ്ദത്തിൽ അട്ടഹസിച്ചു. അതിനുശേഷം കാളീരൂപം പൂണ്ട മഹാദേവി തൻ്റെ വാൾ ഉറയിൽ നിന്നും ഊരിപ്പിടിച്ച് ചണ്ടൻ്റെ നേർക്കടുത്ത് അവൻ്റെ മുടിക്ക് ചുറ്റിപ്പിടിച്ച് ആ വാൾ കൊണ്ട് തല വെട്ടി താഴെയിട്ടു. ചണ്ടൻ്റെ വധം കണ്ട് തന്നെ കൊല്ലുവാൻ ഓടിയെത്തിയ മുണ്ഡനെയും ദേവി ഖഡ്വാംഗം കൊണ്ട് അടിച്ചു വീഴ്ത്തി. സേനാനായകന്മാർ രണ്ടുപേരും കൊല്ലപ്പെട്ടു. അത് കണ്ടപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന അസുര സൈന്യം പേടിച്ചുപോയി. അവർ 4 പാടും ചിന്നിച്ചിതറി ഓടിപ്പോയി. കാളി പിന്നെ ചണ്ടൻ്റെയും മുണ്ടൻ്റെയും തലയെടുത്തുകൊണ്ട് ചണ്ഡികാദേവിയുടെ അടുത്തു ചെന്ന് ഇങ്ങനെ അരുളി ചെയ്തു: ഭവതി ആരംഭിച്ചിരിക്കുന്ന യുദ്ധയജ്ഞത്തിൽ ബലിയർപ്പിക്കുവാനായി ചണ്ടമുണ്ടന്മാരുടെ 2 വലിയ ശിരസുകൾ ഞാനിതാ കൊണ്ടുവന്നിരിക്കുന്നു. ഇനി ഇതിൻ്റെ തുടർച്ചയായിട്ട് ശുംഭനിശുംഭന്മാരുടെയും മറ്റ് അസുരന്മാരുടെയും വധം ഭവതി തന്നെ നിർവഹിക്കുന്നതായിരിക്കും നല്ലത് എന്ന് കാളി ഭഗവതിയോട് പറയുകയാണ്. കാളിയുടെ ഇത്തരത്തിലുള്ള ധീരമായ പ്രവർത്തികൾ കണ്ട് സന്തുഷ്ടയായ അംബിക ഇങ്ങനെ പറഞ്ഞു: വളരെ നല്ലത്. ഭവതിയുടെ വീരകൃത്യത്തെ ലോകം മുഴുവനും പുകഴ്ത്തും. ചണ്ടൻ്റെയും മുണ്ടൻ്റെയും ശിരസ്സുകൊണ്ട് എൻ്റെ അടുത്തു വന്നതിനാൽ ഭവതി ഇനി മുതൽ ലോകത്തിൽ ചാമുണ്ട എന്ന പേരിലും പ്രസിദ്ധയായിത്തീരും. ഭവതിയെ ആരാധിക്കുന്നവർക്ക് സർവ ദുഃഖങ്ങളും ശമിക്കുകയും ചെയ്യും. ഹരേ കൃഷ്ണ. നമ്മൾ പല ക്ഷേത്രങ്ങളിലും ഉപദേവതകളുടെ സ്ഥാനത്ത് ഈ ചാമുണ്ട എന്ന ദേവിയെ കണ്ടിട്ടുണ്ടാകും അല്ലേ? ആരാണ് ചാമുണ്ട എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ചാമുണ്ടയെ ആരാധിച്ചാൽ സകല ദുഃഖങ്ങളും ശമിക്കും എന്നാണ് ഭഗവതി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹരേ കൃഷ്ണ. അതിനുശേഷം ഓടിപ്പോയ സൈന്യങ്ങൾ രാജധാനിയിൽ ചെന്ന് ചണ്ടനെയും മുണ്ടനെയും ഭഗവതി വധിച്ചു എന്നുള്ള കാര്യവും സൈന്യങ്ങൾക്ക് നേരിട്ട നാശത്തെപ്പറ്റിയും ആരെ അറിയിക്കുകയാണ്? ശുംഭനെയും നിശുംഭനെയും അറിയിച്ചു. അവിശ്വസനീയമായ ആ വാർത്ത കേട്ട് അത്യധികമായ ദേഷ്യത്തോടു കൂടി ശുംഭനും നിശുംഭനും മന്ത്രിമാരെയും മറ്റു സേനാനായകരെയും വിളിക്കുകയാണ്. എന്നിട്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെപ്പറ്റി അവർ ആലോചിക്കുവാൻ തുടങ്ങി. ഹരേ കൃഷ്ണ. അടുത്ത അധ്യായത്തിൽ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് പറയാം. ഇന്നത്തെ ഈ ഭാഗം, ഈ അധ്യായം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇന്ന് നമ്മൾ 2 വധങ്ങളെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ആരെയൊക്കെയാണ് അംബിക വധിച്ചത്? ധൂമ്രലോചനനെ വധിച്ചു. അതുകൂടാതെ ചണ്ടനെയും മുണ്ടനെയും വധിച്ചു. ചണ്ടനെയും മുണ്ടനെയും വധിച്ച ഭഗവതിയുടെ രൂപം ചാമുണ്ട. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. അമ്മ മഹാമായയുടെ അനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. ഭഗവാൻ നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.